ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ രാവിലെ തന്നെ പോകുന്നത് ജിമ്മിലേക്കാണ് കേട്ടോ. പിന്നെ എപ്പോഴും എനിക്ക് വീഡിയോ എടുക്കണം എന്നെല്ലാം വിചാരിക്കും, പക്ഷേ എങ്ങനെ എടുക്കണം, ഏതെടുക്കണം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. രാവിലെ 5:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ജിമ്മിലെത്തും കേട്ടോ. ഒരു സർജറിയും കാര്യങ്ങളെല്ലാം ആയിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടായിട്ട് കേട്ടോ. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ട് 1 മാസം ആയതേ ഉള്ളൂ. മിക്കവാറും എല്ലാ ദിവസവും ട്രെയിനർ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ആൾക്കാർ ഞങ്ങളാണ് കേട്ടോ. ഇന്ന് പക്ഷേ ട്രെയിനർ ഉണ്ടായിട്ടാണ്, അതുകൊണ്ട് ഞങ്ങളാണ് പോയിട്ട് ജിം ഓപ്പൺ ആക്കിയത്. മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ ആദ്യം എത്തിക്കഴിഞ്ഞെങ്കിൽ ഞാൻ അവിടെ കുറച്ച് സമയം ഇരിക്കും, ട്രെയിനർ വരുന്നത് വരെ. എനിക്ക് ഷട്ടർ പോക്കാൻ പറ്റൂല. ഇതാണ് കേട്ടോ നമ്മൾ ജിമ്മ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഇടത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ 1 മാസം ഞാൻ വേറൊരു ജിമ്മിൽ പോയിട്ടുണ്ടായിന്, പിന്നെ വീണ്ടും ഞാൻ ഇടത്തേക്ക് തന്നെ വന്നു. ഇപ്പോൾ സർജറിക്ക് ശേഷം ഞാൻ വീണ്ടും തടിച്ചു കേട്ടോ. സർജറിക്ക് മുമ്പിലെ ഫോട്ടോ ഞാനിത് കൊടുത്തേക്കാം. 7 മണി വരെ നമ്മൾ ജിമ്മിലുണ്ടാവും. ഇന്ന് പക്ഷേ കുറച്ച് വൈകി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. 7:15 വരെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ രാവിലെ ജിമ്മിലേക്ക് വരുമ്പോൾ അരവേട്ടനും തിരിച്ചു പോകുമ്പോൾ ഞാനും ആണ് കേട്ടോ വണ്ടി എടുക്കൽ. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ അരവേട്ടൻ തന്നെ വണ്ടി എടുത്തു. ഒരു 10 മിനിറ്റ് ദൂരം അത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് വീട്ടിലേക്ക്. രാവിലെയുള്ള ഈ യാത്രയ്ക്കും കാഴ്ചകൾക്കും ഭംഗിയൊന്നും വേറെ തന്നെയാണ് കേട്ടോ. മക്കൾക്ക് ഇപ്പോൾ എക്സാം ആണ് കേട്ടോ. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവർ രാവിലെ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ടായിന്. സൈലൻറ്റ് ക്ലാസ്സെല്ലാം കേൾക്കുന്നതാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. ജിമ്മിൽ നിന്ന് ഇറങ്ങാൻ വൈകുന്നതുകൊണ്ട് തന്നെ ചായയുടെ പണി തുടങ്ങാനും വൈകും കേട്ടോ. പെട്ടെന്ന് ആക്കാൻ തുടങ്ങുന്നത്. മക്കളും അരവേട്ടനും പോകുമ്പോഴത്തേക്ക് ചായ ആണല്ലോ. രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ നമ്മൾ ചായ എന്ന് പറയൽ. ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ആക്കുന്നത്. കുറച്ചധികം ക്യാരറ്റും കൂടി ഇട്ടിന് ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ മക്കളും കൂടി വന്നു കേട്ടോ അടുക്കളയിലേക്ക്. അവരാടെ ഇരുന്നിട്ട് പഠിക്കാൻ. ദോശയാണ് കേട്ടോ ചായക്ക്. ദോശ ചുടുമ്പോൾ നമ്മൾ എപ്പോഴും ഉഴുന്ന് ഉപയോഗിക്കില്ല കേട്ടോ. ഉഴുന്ന് വല്ലപ്പോഴും മാത്രമേ ചേർക്കൂ. ഇല്ലാത്തപ്പോൾ പച്ചരി മാത്രമാണ് ഇടുന്നത്. മോനിപ്പോൾ കൊണ്ടുവന്ന് കാണിക്കുന്നത് അവരെ സ്കൂൾ ഫോട്ടോ ആണ്. 6ാം ക്ലാസ്സിലാണ് കേട്ടോ രണ്ടാളും പഠിക്കുന്നത്. അതിനിടയിൽ എന്തോ കാര്യങ്ങളെല്ലാം ഞാൻ അവരോട് പറയുന്നുണ്ട്. അവർ പഠിക്കുന്നതാണ് അവിടെ ഇരുന്നിട്ട്. ഞാൻ അവരോട് വർത്തമാനം പറയുന്നുണ്ട്. നേരം ആയതുകൊണ്ട് തന്നെ അവർ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് കാപ്പി ആക്കിയിട്ടായിട്ടുണ്ടായിട്ട് കേട്ടോ. ഞാൻ പാല് വെച്ചിട്ടുണ്ടായിനി. ബാക്കി കാപ്പിപ്പൊടിയും പഞ്ചസാരയും എല്ലാം കണ്ണനാണ് ചേർക്കുന്നത്. അതിനിടയിൽ വിഷ്ണു ഇവിടെ കറിക്കിലെ കടുകെല്ലാം വറക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പാക്കുന്നത്. അരവേട്ടൻ എന്തോ കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് അരവേട്ടനും വന്നു. പിന്നെ നമ്മൾ 4 ആൾ ഒന്നിച്ചിരുന്നിട്ട് ചായ ഒന്നിച്ചാണ് കുടിച്ചു കേട്ടോ. ചായ കുടിച്ചിട്ട് അരവേട്ടനും മക്കളും പോയി കേട്ടോ. ചിലപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം വെറുതെ ഇരിക്കും കേട്ടോ. ഇന്ന് വെറുതെ ഇരിക്കാനൊന്നും നിന്നിട്ട് വേഗം എൻ്റെ പണി തുടങ്ങി. കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി തുടങ്ങി. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ചില ദിവസം രാവിലെ തന്നെ അപ്പുറം അമ്മ എല്ലായിടത്തേക്ക് പോകും കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞെങ്കിൽ പിന്നെ വരുമ്പോൾ കുറച്ച് വൈകും. അപ്പോൾ ബാക്കി പണിയെല്ലാം ലേറ്റാവും. എപ്പോഴും വീഡിയോ എടുക്കണം എന്നെല്ലാം തോന്നും,
എന്നാലും പിന്നെ വിചാരിക്കും എപ്പോഴും ഈ കാണിച്ചു തന്നെയല്ലേ കാണിക്കാനുള്ളത്. അപ്പോൾ മടി വരും, എന്ത് ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് അറിയില്ല. ചോറിനുള്ള വെള്ളമാണ് കേട്ടോ അത്. ഈ പാത്രത്തിൽ വെക്കുന്നത് റേഷൻ അരി ആയതുകൊണ്ടാണ് കേട്ടോ, പെട്ടെന്ന് വേവുമല്ലോ. പിന്നെ ഊറ്റിയിടുന്നതാണ്, അതുകൊണ്ട് ഈ പാത്രത്തിൽ വെക്കുന്നത്. എന്നിട്ട് മുറ്റടിച്ച് വരാനാണ് കേട്ടോ പോയത്. നമ്മൾ മുറ്റത്ത് ബേബി ജില്ലയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അത് ഭയങ്കര പൊടിയാണ് ഉള്ളിലേക്ക് വരുന്നത്. മുറ്റത്തന്നെ ഒരു മാവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഭയങ്കര കാട്ടമുണ്ട് മുറ്റത്ത്. കാട്ടെന്ന് പറഞ്ഞാൽ ചവറ് ഇലകൾ വീണിട്ട്. ആ ഷീറ്റ് വിരിച്ചത് വണ്ടി കഴുകുമ്പോൾ ചളി തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എത്ര അധികം ഇല ഉണ്ടാവും കേട്ടോ അവർക്ക് അടിക്കുമ്പോൾ. ഇപ്പോൾ കുറച്ച് തൈയെല്ലാം നട്ടിട്ടുണ്ട്, അതിൻ്റെ മരത്തിൽ കൊണ്ടിടും ഞാനതെല്ലാം അടിച്ചിട്ട്. ഇത് മുറ്റടിക്കുമ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഇന്നലെ വരുമ്പോൾ അറിയട്ടെ കുറച്ച് ചീര കൊണ്ടതിന്, അതാണ് കേട്ടോ ഒന്ന് ഉച്ചക്കത്തേക്ക് വറവാക്കുന്നത്. നമ്മളിവിടെ കുറേ ചീര നട്ടില്ലെങ്കിലും നമുക്ക് കറി വെക്കാനായിരുന്നു ഒന്നും കിട്ടിയില്ല. ഒരു 10 ചീരയായിട്ട് ബാക്കിയുണ്ട്. അത് പിന്നെ ഞാൻ വിത്തിനായി എന്ന് പറഞ്ഞിട്ട് പറിക്കാതെ വെച്ചു. രാവിലത്തെ ഗ്രീൻ പീസ് കറി ബാക്കിയുള്ളത് കൊണ്ട് ചീര വറവും മീൻ പൊരിച്ചതും മാത്രമേ ഇന്ന് ഉച്ചക്കത്തേക്ക് ആക്കിയിട്ടു കേട്ടോ. അരവട്ടം പിന്നെ മീനും കോഴിയൊന്നും കൂട്ടലില്ല. മുട്ട തിന്നും, വേറൊന്നും തിന്നില്ല. മക്കളാണെങ്കിലും അതെ കേട്ടോ, മക്കൾ മീനും കോഴിയെല്ലാം കൂട്ടുന്നത് കുറവാണ്. മീൻ പൊരിച്ചാൽ പിന്നെയും തിന്നും, അല്ലാതെ മീനിൻ്റെ ചാറ് കൂട്ടും, കഷ്ണം തിന്നുന്നത് കുറവാണ്. എൻ്റെ പണിയിലാകുമ്പോഴത്തേക്ക് മക്കൾ വന്നു കേട്ടോ. മക്കൾക്ക് ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ഉച്ചവരെ മാത്രമേ ക്ലാസ്സില്ലൂ. ഒരു വെയിലത്ത് വേർത്ത് കുളിച്ചിട്ടാണ് കേട്ടോ രണ്ടാൾ വന്നത്. വന്നപാടെ രണ്ടാളോടും മേല് കഴുകാൻ പറഞ്ഞു ഞാൻ. കുറച്ച് മുന്തിരി കഴുകിയിട്ട് ഫ്രീസറിൽ വെച്ചതുണ്ടായിന്. അതിനെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അവർക്ക് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അടിച്ചിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് കഴിച്ചിട്ട് വരുന്നത് കൊണ്ട് വന്നിട്ട് അവർ ഉച്ചഭക്ഷണം കഴിക്കില്ല. നല്ല ചൂടുമല്ലേ, അപ്പം മുന്തിരി ജ്യൂസ് നല്ലതല്ലേ അറിഞ്ഞിട്ട് അടിച്ചു കൊടുത്തത്. വീഡിയോ എടുത്തത് മതിയമ്മേന്നും പറഞ്ഞിട്ട് രണ്ടാളും ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. താങ്ക് യു.